നമസ്കാരം, ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18, 2026 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. 230-ലേറെ കമ്പനികൾ ഈ വരുന്ന ആഴ്ചയിലേക്ക് ക്വാർട്ടർ 3 ഏർണിംഗ്സ് റിസൾട്ടിന്റെ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിലവിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അസ്ഥിരമായ ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നതും. ജിയോ പൊളിറ്റിക്സ്, ക്വാർട്ടർ 3 ഏർണിംഗ്സ് തുടങ്ങി ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ദിശയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ വേഗത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ ആകെ നിഫ്റ്റി 25,450, 25,900 എന്നീ റേഞ്ചുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് സെഷനായിരുന്നു കാഴ്ചവെച്ചിരുന്നതും. എങ്കിലും വീക്കിലി ബേസിസിൽ നോക്കുമ്പോൾ നേരിയതാണെങ്കിലും 11.05 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും നിഫ്റ്റിക്കായി. മാത്രമല്ല, മഹാരാഷ്ട്രയിലെ ലോക്കൽ ബോഡി ഇലക്ഷനെ തുടർന്ന് വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് ഹോളിഡേ ആയിരുന്നതിനാൽ തന്നെ ആകെ 4 ട്രേഡിംഗ് സെഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 ട്രേഡിംഗ് സെഷനിൽ നഷ്ടത്തോടുകൂടിയും ബാക്കി 2 ട്രേഡിംഗ് സെഷനിൽ നേട്ടത്തോടുകൂടിയും ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം സെൻസെക്സിനും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വീക്കിലി ബേസിസിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായി ബാങ്ക് നിഫ്റ്റിക്ക് 1.5% നേട്ടം വീക്കിലി ബേസിസിൽ കൈവരിക്കുവാനും സാധിച്ചു. ഇന്ത്യ വിക്സിലും 5% ഉയർച്ച വീക്കിലി ബേസിസ് അനുഭവപ്പെടുകയുണ്ടായി. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം US, യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തുകയുമുണ്ടായില്ല. ആകെ 41.5 പോയിന്റ് മാത്രമേ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും ചോർന്നു പോയതുമുള്ളൂ. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ദിശയെ പ്രധാനമായും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസ്, വിപ്രോ തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കൂടാതെ ഇന്നലെ ശനിയാഴ്ച HDFC ബാങ്ക്, ICIC ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെയും ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ റിലീസ് ചെയ്യുകയുമുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിൽ പരിശോധിക്കുകയും ചെയ്യാം. കൂടാതെ മറ്റ് അനവധി കമ്പനികളും അവയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം തുടർന്ന് ശനിയാഴ്ചയും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇവയുടെ റിസൾട്ടിന്റെ ഒരു ഇമ്പാക്ട് ആയിരിക്കും പ്രധാനമായും നാളത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ആദ്യ സെക്ഷനിൽ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കൂടാതെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ കൊട്ടാക് മഹീന്ദ്ര, അൾട്രാടെക് സിമെന്റ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ തുടങ്ങി ഇന്ത്യൻ മാർക്കറ്റിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെയും L&T മൈൻട്രി, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ, ITC ഹോട്ടൽസ്, അദാനി ഗ്രീൻ എനർജി, ഇൻഡസിൻ ബാങ്ക്, ഓർബൻ കമ്പനി തുടങ്ങി 230-ലേറെ കമ്പനികൾ അവയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുന്ന ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക്കലി നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഈ വരുന്ന ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്ന ക്വാർട്ടർ 3 ഏർണിംഗ്സ് ആയതിനാൽ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് നേരിയ അയവ് വന്നെങ്കിൽ കൂടിയിട്ടും ശാശ്വതമായിട്ടുള്ള ഒരു അവസാനത്തിലേക്ക് എത്തിച്ചേരുകയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും US-ഉം ഇറാനും തമ്മിലുള്ള നടപടികളുടെ ഡെവലപ്മെന്റ്സുകളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വരികയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിന്റെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ആകെ വരുന്നത് വെള്ളിയാഴ്ച 23-ാം തീയതിയോട് കൂടിയിട്ടാണ്. അതിനു മുൻപ് തന്നെ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും വീക്കിലി എക്സ്പയറുകൾ തീരുകയും ചെയ്യും. അവയിൽ പ്രധാനമായും HSBC കോമ്പോസിറ്റ്, മാനുഫാക്ചറിംഗ്, സർവീസ് PMI ഡാറ്റകളുടെ റിലീസാണ്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ ഡീറ്റെയിൽസ് അന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. എന്നാൽ അതേസമയം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നതും. അവയിൽ പ്രധാനമായും ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് US-ൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട ഒത്തിരിയേറെ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് 22-ാം തീയതി വ്യാഴാഴ്ചത്തേക്ക് ലൈനപ്പ് ചെയ്തിട്ടുമുണ്ട്. എസ്പെഷ്യലി GDP ഗ്രോത്ത് റേറ്റ്, കോർ PCI പ്രൈസ് ഇൻഡെക്സിന്റെയും പേഴ്സണൽ സ്പെൻഡിംഗ്, പേഴ്സണൽ ഇൻകം തുടങ്ങി ഒത്തിരിയേറെ ഡാറ്റകളുടെ റിലീസ് US-ൽ നിന്നും വ്യാഴാഴ്ച വരാനുണ്ട്. കൂടാതെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. സമയത്തിന്റെ പരിമിതി മൂലം ഓരോന്നും എടുത്തു പറയുന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയിലെ 4 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. ഏകദേശം 13,000 കോടി രൂപയ്ക്ക് മുകളിൽ
കഴിഞ്ഞ ആഴ്ചയിലെ 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങുകയുമുണ്ടായി. അതേസമയം ഈ 4 ട്രേഡിംഗ് സെഷനിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അതിശക്തമായ ബൈങ് നടത്തുകയുണ്ടായി. തൽഫലമായി 15,000 കോടി രൂപയ്ക്ക് അടുത്തായിട്ട് 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് അവർ ബൈങ്ങും നടത്തിയെങ്കിലും ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെ അഭിപ്രായ പ്രകാരം ഒരുപക്ഷെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലുള്ള സെല്ലിംഗ് തുടരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നും Q3 ഏർണിംഗ്സുകൾ നിലവിൽ റിലീസ് ചെയ്യപ്പെട്ടവയിൽ ഒട്ടുമിക്കതും മാർക്കറ്റിനെ നിക്ഷേപകരെയും നിരാശപ്പെടുത്തിയതും കൂടാതെ നിലവിലെ ഇന്ത്യൻ മാർക്കറ്റിലെ വാല്യുവേഷൻസ് ഒക്കെ എലവേറ്റഡ് ആയിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യ US ട്രേഡിൽ അനിശ്ചിതമായി തന്നെ നീണ്ടുപോകുന്നതും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റൊഴിഞ്ഞു പോകാനുള്ള പ്രേരണ തുടരുന്നതിനാൽ തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ബൈയിങ് അതിശക്തമാക്കണമെങ്കിൽ വിപണിയിലെ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന ചില പോസിറ്റീവ് ഘടകങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തലും. അതുവരെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുമെന്നുമുള്ള വിലയിരുത്തലുകളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരികയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ സെല്ലിംഗ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ പിന്നോട്ട് വീണ്ടും വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതേസമയം പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ട്രിഗർ ഉണ്ടെങ്കിൽ അത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ബൈയിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിന് കരുത്ത് പകരുവാൻ പ്രധാന ഘടകമായി മാറും. എന്നാൽ ഇതിനുള്ള ഒരു സാധ്യതകൾ വളരെ വിരളമാണ് താനും. ഈ ആഴ്ചയിലും ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ 4 കമ്പനികളുടേതായിട്ട് 2066 കോടി രൂപയുടെ IPOs ആണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നതും അതിൽ പ്രധാനമായും മെയിൻ ബോർഡിലേക്ക് ലോജിസ്റ്റിക് ഫേമായ ഷാഡോഫാക്സ് ടെക്നോളജീസിന്റെ IPO ഈ വരാൻ പോകുന്ന ചൊവ്വാഴ്ച അതായത് ജനുവരി 20 സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകുന്നുമുണ്ട്. കൂടാതെ ഈ വരുന്ന ആഴ്ചയിൽ മെയിൻ ബോർഡിലേക്ക് ഭാരത് കോക്കിംഗ് കോളിന്റെയും അമാഗി മീഡിയ ലാബ്സിന്റെയും ലിസ്റ്റിംഗ് ഇന്ത്യൻ മാർക്കറ്റ് അതിപ്രതീക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന 2 IPOസുമാണ്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിന്റെ ആക്ഷൻസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ IPOസിന്റെ പെർഫോമൻസും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെ അഭിപ്രായ പ്രകാരം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,900 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ പല ട്രേഡിംഗ് സെഷനിലും 25,875, 25,900 എന്നീ റേഞ്ചുകൾക്കിടയിൽ പലപ്പോഴും അതിശക്തമായ റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിക്ക് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. മാത്രമല്ല ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA നിലകൊള്ളുന്നതും. അതേസമയം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ചയിൽ 25,500, 25,450 എന്നീ ലെവലുകൾ അതിശക്തമായ സപ്പോർട്ടായിട്ട് മാറുകയുമുണ്ടായി. മാത്രമല്ല ഈ ലെവലുകൾക്കിടയിലായിട്ടാണ് നിഫ്റ്റിയുടെ 100-day EMA നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇനി നിഫ്റ്റിക്ക് വരുന്ന ആഴ്ചയിൽ ഡൗൺ സൈഡിലേക്ക് 25,500, 25,450 എന്നീ ലെവലുകൾ അതിശക്തമായി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലുകൾക്ക് താഴേക്ക് പോയെങ്കിൽ മാത്രമേ ഒരുപക്ഷെ നിഫ്റ്റിയിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെടുകയുള്ളൂ. അതേസമയം ഈ ലെവലുകൾക്ക് ഇടയിലായിട്ട് നിന്നുകൊണ്ട് നിഫ്റ്റി വ്യാപാരം തുടരുകയാണെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി വീക്ക്ലി ബേസിസിൽ 0.7% ഇടിവാണ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനായ വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് 2 മാസത്തെ ഏറ്റവും വലിയ ഇടിവ് സിംഗിൾ ഡേയിൽ നേരിടേണ്ടതായിട്ടും വന്നു നവംബർ മാസത്തിനു ശേഷം. തൽഫലമായി ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 90.86 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നതിനെ തുടർന്ന് നിലവിലെ റെക്കോർഡ് ലോയായ 91.07 എന്ന ലെവലിന് തൊട്ടടുത്തായിട്ടും എത്തിച്ചേരുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ പ്രകടനം കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയുമുണ്ടായി US ഇറാൻ ഇഷ്യൂവിനെ തുടർന്ന്. മാത്രമല്ല നിലവിൽ US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ വരാൻ പോകുന്ന ആഴ്ചയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും സാരമായ രീതിയിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും സസൂക്ഷ്മം നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളുടെ കോർപ്പറേറ്റ് ആക്ഷൻസ് നിറഞ്ഞൊരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതും. എസ്പെഷ്യലി ഈ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റിന്റെ ഇൻട്രീം ഡിവിഡന്റിന്റെ
റെക്കോർഡ് ഡേറ്റ് ആണ് ജനുവരി 21. കൂടാതെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, NLC ഇന്ത്യ, ഏഞ്ചൽ വൺ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, PCM ശ്രീരാം തുടങ്ങിയ കമ്പനികളുടെ ഇൻട്രീം ഡിവിഡൻസിന്റെ ഒക്കെ റെക്കോർഡ് ഡേറ്റും കൂടാതെ മറ്റ് ഒട്ടനവധി സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങി ഒത്തിരിയേറെ ഇവന്റുകളുടെ റെക്കോർഡ് ഡേറ്റ് ഈ ആഴ്ചയിൽ ഉള്ളതിനാൽ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസിന്റെ ഇമ്പാക്റ്റും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HDFC ബാങ്ക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 11.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 18,654 കോടി രൂപയിലേക്കും എത്തിച്ചേർന്നു. അസറ്റ് ക്വാളിറ്റി സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തിയപ്പോൾ ലോൺ ഗ്രോത്തിലും ഡബിൾ ഡിജിറ്റ് നേട്ടം കൈവരിക്കുവാനുമായി യെസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 55% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ അസറ്റ് ക്വാളിറ്റിയിലും മാർജിൻസിലും ഇംപ്രൂവ്മെന്റും രേഖപ്പെടുത്തുകയുണ്ടായി. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ പ്രോഫിറ്റ് സ്ട്രീറ്റ് എസ്റ്റിമേഷനെ നിരാശപ്പെടുത്തിയെങ്കിലും റവന്യൂവില് 10% ഉയർച്ച ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയുമുണ്ടായി. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 5.5 മടങ്ങ് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 214 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ അസറ്റ് ക്വാളിറ്റിയിലും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 5% വർധനവും രേഖപ്പെടുത്തി. ICIC ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 4% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 7.7% ഉയർച്ചയും രേഖപ്പെടുത്തി. നെറ്റ് വെബ് ടെക്നോളജീസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം 2 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 733.1 കോടി രൂപ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സില് 36% ഉയർച്ച റിപ്പോർട്ട് ചെയ്തപ്പോൾ ടോട്ടൽ ഇൻകത്തിലും 7% വർധനവ് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.